ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആശാ വർക്കേഴ്സിന് ലഭിക്കുന്ന ഓണറേറിയം തൊഴിലാളികളുടെ അവകാശമല്ല, സർക്കാരിന്റെ ഔദാര്യമെന്ന് ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ CITU. നാനാത്വത്തിൽ ഏകത്വം എന്നത് മറന്ന് ഏകത്വം നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. തളി മഹാക്ഷേത്രത്തിൽ ശിവരാത്രി ഉത്സവം ആരംഭിച്ചു. ഓൾ കേരള മാപ്പിള സംഗീത അക്കാദമി വാർഷികാഘോഷങ്ങൾ കോഴിക്കോട്ട്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ആശാ വർക്കേഴ്സിന് ലഭിക്കുന്ന ഓണറേറിയം തൊഴിലാളികളുടെ അവകാശമല്ല, സർക്കാരിന്റെ ഔദാര്യമാണെന്ന് ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ CITU. ഇപ്പോൾ ആശാ വർക്കർമാർ നടത്തുന്ന സമരം കപട നാടകമാണെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി PP പ്രേമ കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഓണറേറിയം തന്നത് തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ, ഏത് സ്റ്റേറ്റിലായാലും സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ ഔദാര്യ, ഞങ്ങൾക്ക് അവകാശമല്ല. ഞങ്ങളുടെ അവകാശം നൽകേണ്ടതാരാ? കേന്ദ്ര ഗവൺമെന്റ്. ആ കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിലേക്കാണ് ഞങ്ങൾ ഇത്തരം സമരം നയിക്കുന്നത്. ആശാ വർക്കേഴ്സിനെ അംഗീകരിക്കാനോ അർഹമായ ആനുകൂല്യങ്ങൾ നൽകാനോ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ CITU പറഞ്ഞു. ഇതിനെതിരെ ഒരു വർഷം നീളുന്ന പാർലമെന്റ് പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കും. ഫെബ്രുവരി 27-ന് കോഴിക്കോട്ട് ആദായനികുതി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തും. പ്രതിഷേധ പരിപാടിയിൽ PK മുകുന്ദൻ, മാമ്പറ്റ ശ്രീധരൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും. സ്റ്റേറ്റ് ഗവൺമെന്റിന് പരിഹരിക്കാൻ പറ്റുന്നത് ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഗവൺമെന്റ് ഞങ്ങൾക്ക് ഈ 6-ാം തീയതി നമ്മൾ വെച്ച സമരത്തിലും ഇവര് വെക്കുന്ന സമരത്തിലുള്ള മുദ്രാവാക്യം ഒന്ന് തന്നെയാണ്. ഗവൺമെന്റ് പറഞ്ഞത് അനുഭാവപൂർവ്വമായിട്ട് പരിഹരിക്കും. ഇന്നത്തെ പ്രതിസന്ധി ഇതാണ് എന്ന് ഞങ്ങളെ മുന്നിൽ വരച്ച് കാണിച്ചു തന്നു. കേന്ദ്ര ഗവൺമെന്റിന് കിട്ടാനുള്ളത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓണറേറിയം കൂട്ടിത്തരാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് തയ്യാറാണ്. ഞങ്ങൾക്കത് ഉറപ്പുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി PP പ്രേമ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുനിത C, സുനിത T, ശ്രീജ K എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നാനാത്വത്തിൽ ഏകത്വം എന്നത് മറന്ന് ഏകത്വം എന്നത് നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും ഇതിനെ എതിർത്ത് മുന്നേറാൻ നമുക്ക് സാധിക്കണമെന്നും മന്ത്രി AK ശശീന്ദ്രൻ. നാഷണൽ സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാനാത്വത്തിൽ ഏകത്വം എന്ന മഹനീയമായ ആശയമാണ് ഭാരതത്തെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതെങ്കിലും സ്വന്തം ഇഷ്ടം മാത്രം നടപ്പാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. നാഷണൽ സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നാനാത്വത്തിൽ ഏകത്വം എന്നതിലെ ഏകത്വം എന്നത് മാത്രം ഏറ്റെടുത്ത് കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ച് മുന്നോട്ടു പോകാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് ആവശ്യമാണെന്നും അധ്യാപകർ അതിൽ മുന്നിൽ നിൽക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യൻ യൂണിയൻ എന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ പേര്. ഇന്ത്യൻ യൂണിയൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഇന്ത്യ പല ഘടകങ്ങളുടെയും ഒരു മുന്നണിയാണ്, യൂണിയനാണ്, ഒരു സംഘമാണ്. ആ സങ്കല്പത്തിൽ നിന്നാണ് ഫെഡറലിസം എന്ന മോഡേൺ രാഷ്ട്രീയത്തിലേക്ക് ലോകവും നമ്മളും വളർന്നു വന്നത്. ആ ഫെഡറലിസമാണ്, അല്ലെങ്കിൽ നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ കരുത്ത് എന്ന് നമ്മുടെ മഹാരഥകന്മാർ പറയുന്നുണ്ടെങ്കിൽ ആ വാക്കുകളെ വക്രീകരിച്ച് ഏകത്വം എന്നതാണ് ശരി എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള നീക്കങ്ങളാണ് വിദ്യാഭ്യാസ നവീകരണ പ്രക്രിയയിലൂടെ ദൗർഭാഗ്യവശാൽ ഇന്ന് ഈ രാജ്യം ഭരിക്കുന്ന
കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രശസ്ത ചിത്രകലാ അധ്യാപകനായ ദേവസ്യ ദേവഗിരിയെ ഗുരുശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ NSTA സംസ്ഥാന പ്രസിഡന്റ് കെ ശ്രീഷു അധ്യക്ഷനായിരുന്നു. KTDC ഡയറക്ടറും NCP സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, വനം വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ലതിക സുഭാഷ്, NCP ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ്, PKM ഹിബത്തുള്ള, അബുലൈസ് തേഞ്ഞിപ്പാലം, അഡ്വക്കേറ്റ് MP സൂര്യനാരായണൻ, PM ആലിക്കോയ, അനിൽ കുറുവപ്പാക്കൽ, NSTA വൈസ് പ്രസിഡന്റ് വിനോദ് മേച്ചേരി തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് നടന്ന വിദ്യാഭ്യാസ സമ്മേളനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തളി മഹാക്ഷേത്രത്തിൽ ശിവരാത്രി ഉത്സവം ആരംഭിച്ചു. കസബ ഇൻസ്പെക്ടർ കിരൺ സി നായർ ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. തിരുവാതിരക്കളി അരങ്ങേറി. കോഴിക്കോട് തളി മഹാക്ഷേത്രത്തിൽ ശിവരാത്രി ഉത്സവം കസബ പോലീസ് ഇൻസ്പെക്ടർ കിരൺ സി നായർ ഉദ്ഘാടനം ചെയ്തു. സാമൂതിരി രാജയുടെ പേഴ്സണൽ സെക്രട്ടറി TR രാമവർമ്മ, സാമൂതിരി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജർ മായ ഗോവിന്ദ്, മലബാർ ദേവസ്വം ബോർഡ് അംഗം പ്രജീഷ് തിരുത്തിയിൽ, തളി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ RS രാജേഷ്, ബാലകൃഷ്ണ ഏറാടി, KVR ഗ്രൂപ്പ് CFO വിനു ബാലകൃഷ്ണൻ, PK പ്രദീപ് കുമാർ രാജ, രാമദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഉത്സവ ഫണ്ട് സമാഹരണത്തിന്റെ ആദ്യ തുക മഹാലക്ഷ്മിയിൽ നിന്നും വിനു ബാലകൃഷ്ണൻ ഏറ്റുവാങ്ങി. ചെങ്ങന്നൂർ ശ്രീകുമാർ, അക്ഷര വിശ്വനാഥ് എന്നിവർ ഭക്തിഗാനസുധയും അവതരിപ്പിച്ചു. തുടർന്ന് മെഗാ തിരുവാതിരയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഓൾ കേരള മാപ്പിള സംഗീത അക്കാദമി വാർഷികാഘോഷം കോഴിക്കോട്ട് നടത്തി. മുൻ MLA പുരുഷൻ കടലുണ്ടി ഉദ്ഘാടനം നിർവഹിച്ചു. മാപ്പിള സംഗീത അക്കാദമി പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. മാപ്പിള സംഗീത അക്കാദമി വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായുള്ള കലാ, സാമൂഹിക, ജീവകാരുണ്യ, സാംസ്കാരിക മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള പുരസ്കാരങ്ങൾ ഡോക്ടർ K മൊയ്തു വിതരണം ചെയ്തു. APJ അബ്ദുൽ കലാം അവാർഡ് ഡോക്ടർ PA കബീറിനും, ജീവകാരുണ്യ കലാ സാംസ്കാരിക അവാർഡ് ഡോക്ടർ PP പ്രമോദ് കുമാറിനും, MS ബാബുരാജ് അവാർഡ് വിൽസൺ സാമുവലിനും, മഹാകവി മോയിൻകുട്ടി വൈദ്യർ അവാർഡ് പിന്നണി ഗായിക സഹജ മലപ്പുറത്തിനും, P ഭാസ്കരൻ അവാർഡ് സാബി തെക്കേപ്പുറത്തിനും സമ്മാനിച്ചു. ദേശീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ ഈ വർഷത്തെ ഡോക്ടർ BR അംബേദ്കർ ദേശീയ ഫെലോഷിപ്പ് നേടിയ നെല്ലിയോട്ട് ബഷീറിനെ ചടങ്ങിൽ ആദരിച്ചു. മലബാർ കലാമേള വിജയികൾക്കുള്ള ഉപഹാരം RK പൂവാത്തിങ്കൽ വിതരണം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PM ഹനീഫ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി KMK വെള്ളയിൽ, വർക്കിംഗ് പ്രസിഡന്റ് MKA കോയ, വനിതാ വിഭാഗം സംസ്ഥാന സെക്രട്ടറി റഹിയാന ബഷീർ, വൈസ് പ്രസിഡന്റ് ലിസ സുജിതൻ തുടങ്ങിയവർ സംസാരിച്ചു. മുന്ന മുജീബ്, IP സിദ്ദിഖ് എന്നിവർ നയിച്ച മാപ്പിളപ്പാട്ട് ഗാനമേളയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ആഴ്ചവട്ടം ബസ് സ്റ്റോപ്പ് മുതൽ ശിവക്ഷേത്ര പരിസരം വരെയുള്ള റോഡ് ഇനി മുതൽ ചമ്പയിൽ ചിരുകണ്ഠൻ റോഡ് എന്ന് അറിയപ്പെടും. നാമകരണ ചടങ്ങ് മേയർ ബീന ഫിലിപ്പ് നിർവഹിച്ചു. പൊതുപ്രവർത്തകനും കൗൺസിലറും മരവ്യവസായിയുമായിരുന്ന ചമ്പയിൽ ചിരുകണ്ഠൻ എന്നിവരുടെ ഓർമ്മ നിലനിർത്തുന്നതിന് ആഴ്ചവട്ടം ബസ് സ്റ്റോപ്പ് മുതൽ ആഴ്ചവട്ടം ശിവക്ഷേത്ര പരിസരം വരെയുള്ള റോഡിന് ചമ്പയിൽ ചിരുകണ്ഠൻ റോഡ് എന്ന് നാമകരണം ചെയ്തു. നാമകരണ ചടങ്ങ് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് നിർവഹിച്ചു. ചിരുകണ്ഠനായിരുന്നു ആഴ്ചവട്ടം സ്കൂളിന്, അത് ഹൈസ്കൂളാക്കിയ സമയത്ത് ഒന്നുമില്ല, പൈസയൊന്നുമില്ല, ഗവൺമെന്റിന് തരാനും പൈസയില്ല, സർക്കാർ സ്കൂളല്ലേ. അപ്പൊ ഇവിടെയുള്ള വാസുദേവേട്ടൻ, മന്ദമ്പാട്ട് വാസുദേവേട്ടൻ, ചിരുകണ്ഠേട്ടൻ, ഇവരെല്ലാവരും ചേർന്നിട്ടൊക്കെയാണ് നമുക്ക് എന്ത് തന്നത്, ഇവിടേക്ക് സ്കൂളിലുള്ള ഡെസ്കും ബെഞ്ചിന്റെ മരവും ഒക്കെ പണിതു വന്നു. അപ്പോ ജയരാജേട്ടനുള്ള സമയത്ത് വിഷ്ണു 10ാം ക്ലാസ് പാസ്സായി. ഇവൻ എവിടെയാണ് അയക്കേണ്ടത് എന്ന് ചോദിച്ച് ജയരാജേട്ടൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അച്ഛൻ കൂടി ചേർന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്നതാണ് ആഴ്ചവട്ട സ്കൂൾ, അതുകൊണ്ട് ഏതർത്ഥത്തിലും വിഷ്ണു ഇവിടെ തന്നെ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അവൻ അവിടെ നല്ല കൂട്ടുകെട്ടുണ്ടാക്കാനും നല്ലൊരു സ്നേഹവും ബഹുമാനവും പരിഗണനയും വിഷ്ണുവിന് ആ സ്കൂളിൽ കിട്ടുകയും അതുവഴി വിഷ്ണുവിൻ്റെ ആ ഒരു വ്യക്തിത്വം തന്നെ നല്ല ഒരു ഉയർന്ന തലത്തിലേക്ക് വിഷ്ണുവിന് ഉയരാൻ സാധിച്ചിട്ടുണ്ട്. കൗൺസിലർ NC മോയിൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ചമ്പയിൽ രഞ്ജിത്ത് ചമ്പയിൽ ചിരുകണ്ഠനെ പറ്റി വിശദീകരിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ മനക്കൽ ശശി, 34ാം വാർഡ് കൗൺസിലർ ഓമന മധു, രൂപ സജീവ്, സന്തോഷ് MENK, ഗംഗാധരൻ മുല്ലശ്ശേരി, പതിയേരി ബാബുരാജ്, BK പ്രേമൻ തുടങ്ങിയവർ സംസാരിച്ചു. NC അബ്ദുൾ ജലീൽ, MA സത്താർ, സർജാസ് C, KN അബ്ദുൾ മനാഫ്, മുഹമ്മദ് ഹനീഫ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. DDE മനോജ് മണിയൂരിന് യാത്രയയപ്പ് നൽകി. ഹരിതപൂർവം എന്ന പരിപാടി തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ പ്രവർത്തകരും സുഹൃത്തുക്കളും പങ്കെടുത്തു. കോഴിക്കോട് ജില്ലയിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വീടുകൾ മാലിന്യമുക്ത ഹരിത ഭവനമാക്കുന്ന പ്രവർത്തനങ്ങളെ മുന്നിൽ നിന്നും നയിച്ച ഈ അധ്യയന വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന വിദ്യാഭ്യാസ ഉപഡയറക്ടർ മനോജ് മണിയൂരിന് ഹരിതപൂർവം എന്ന പേരിൽ ജനകീയ യാത്രയയപ്പ് നൽകി. പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് സെന്റ് ആന്റണീസ് UP സ്കൂളിൽ നടന്ന പരിപാടി തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് വടേക്കണ്ടി നാരായണൻ അധ്യക്ഷത വഹിച്ചു. മനോജിന്റെ ഔദ്യോഗിക ജീവിതത്തിലെ സംഭവങ്ങൾ വിവരിക്കുന്ന കൈപ്പുസ്തകം സിറ്റി AEO KV മൃദുല പ്രകാശനം ചെയ്തു. വടേക്കണ്ടി നാരായണൻ രചിച്ച് ഡോക്ടർ ദീപ്ന അരവിന്ദ് സംഗീതം നൽകി ആലപിച്ച മനോജിനെ കുറിച്ചുള്ള ഗാനത്തിന് കലാമണ്ഡലം പ്രശോഭ് രംഗാവിഷ്കാരം നൽകി. കവിതകൾ ഗാനങ്ങൾ അധരങ്ങൾ തീർത്തവൻ കരയേതുമില്ലാത്ത ഗുരുബോധനം. മാലിന്യമുക്ത നവകേരളം ജില്ലാ കോർഡിനേറ്റർ മണലിൽ മോഹനൻ പുഷ്പാദരവും നിറവ് ബനാന ബാങ്ക് ചെയർമാൻ AP സത്യനാഥൻ വൃക്ഷാദരവും LC വർഗീസ് കാവ്യാദരവും ഉദ്ഘാടനം ചെയ്തു. ദേശീയ കർഷക പുരസ്കാര ജേതാവ് KBR കണ്ണൻ മാജിക് അവതരിപ്പിച്ചു. സരസ്വതി ബിജു കവിതകൾ ആലപിച്ചു. മനോജ് മണിയൂർ മറുപടി പ്രസംഗം നടത്തി. DDE സ്റ്റാഫ് സെക്രട്ടറി നൌഷാദ് അലി, ഫൗണ്ടേഷൻ സെക്രട്ടറി ZA സൽമാൻ, ട്രഷറർ M ഷഫീഖ്, ഹരിതഭവനം കോഴിക്കോട് വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ MS ജിസ്മ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. AV സന്തോഷ് കുമാറിന്റെ ആദ്യ നോവൽ പുറത്തിറങ്ങി. വിദേഹി എന്ന നോവലിന്റെ പ്രകാശനം ബെന്യാമിൻ നിർവഹിച്ചു. പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് പുസ്തകം ഏറ്റുവാങ്ങി. AV സന്തോഷ് കുമാറിന്റെ ആദ്യ നോവൽ വിദേഹി പ്രശസ്ത എഴുത്തുകാരൻ ബെന്യാമിൻ പ്രകാശിപ്പിച്ചു. അളകാപുരിയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ സഹകരണ ആശുപത്രി ചെയർമാൻ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് ഏറ്റുവാങ്ങി. ഞങ്ങളൊക്കെ എഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ
ഇതാ സാഹിത്യം മരിച്ചു, മലയാളം മരിച്ചു, ഇനി ആരും വായിക്കുകയില്ല, ഇംഗ്ലീഷ് പുസ്തകം മാത്രം കഷ്ടിച്ച് വിറ്റുപോകും, പ്രസാധകരൊക്കെ 100 പേജിൽ കൂടുതലുള്ള പുസ്തകങ്ങൾ ആവശ്യമേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരിടത്ത് നിന്ന് നമ്മൾ എത്ര വേഗമാണ് മലയാള സാഹിത്യത്തെ കൂടുതൽ സ്നേഹിക്കാൻ പഠിച്ചത്, പുസ്തകങ്ങളോട് കൂടുതൽ അടുത്തത്, കൂടുതൽ വായനക്കാർ മലയാളത്തിൽ സൃഷ്ടിക്കപ്പെട്ടത്, അതിൽ തന്നെ ചെറുപ്പക്കാർ ധാരാളമായി സാഹിത്യത്തോട് അടുത്തു വരുന്നതിൻ്റെ നല്ല കാഴ്ചകൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അത്തരം ആശങ്കകളൊന്നും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വായന മരിക്കുന്നുവെന്നോ സാഹിത്യം മരിക്കുന്നുവെന്നോ നോവൽ അസ്തമിക്കുന്നുവെന്നോ എന്തായാലും പുതിയ കാലത്ത് ഒരാൾ പറയുമെന്ന് തോന്നുന്നില്ല. അതിന് സാധ്യമാക്കിയത് ഒരുപക്ഷെ നമ്മുടെ എഴുത്തുകാരുടെ കഠിനാധ്വാനം ഒന്ന് തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. OP സുരേഷ് അധ്യക്ഷനായി. കൽപ്പറ്റ നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. സോണിയ EP, AK രമേശ്, ഡോക്ടർ ബാബുരാജൻ നല്ലൂരങ്ങാടി, ഡോക്ടർ MK സന്തോഷ് കുമാർ, KV ശശി എന്നിവർ സംസാരിച്ചു. AV സന്തോഷ് കുമാർ മറുമൊഴി നടത്തി. നൌഷാദ് സ്വാഗതവും NS സജിത്ത് നന്ദിയും പറഞ്ഞു. തുടർന്ന് SV മെഹജൂബിന്റെ സംഗീത സായാഹ്നം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jeweler. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഹനുമാൻ സേന ഭാരതിന്റെ 12ാം സ്ഥാപക ദിനം വിരാട് ഹിന്ദു സമ്മേളനം രാമനാട്ടുകരയിൽ നടക്കും. പരിപാടിയുടെ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. ഹനുമാൻ സേന ഭാരതിന്റെ 12ാം സ്ഥാപക ദിനം വിരാട് ഹിന്ദു സമ്മേളനം രാമനാട്ടുകര കൈലാസ് നഗറിൽ വെച്ച് നടത്താൻ തീരുമാനിച്ച വിവരം ചെയർമാൻ AM ഭക്തവത്സലൻ അറിയിച്ചു. പരിപാടിയോടനുബന്ധിച്ച് കോഴിക്കോട് കൈരളി തിയേറ്ററിൽ വെച്ച് പട്ടയിൽ കൊല്ലേരി സുരേഷ് ചെയർമാനായി 101 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. തമിഴ്നാട് സ്റ്റേറ്റ് പ്രമുഖ് കോവൈ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഹൈന്ദവ സമൂഹം നേരിടുന്ന വെല്ലുവിളികളെ ചെറുത്തു തോൽപ്പിക്കാൻ ഹനുമാൻ സേന ഭാരത് കർമ്മ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പ്രസ്തുത ചടങ്ങിൽ കവയത്രി ശ്രീജ ചേളന്നൂരിന്റെ പുസ്തക പ്രകാശനം സദ്ഗുരു ആചാര്യൻ ശ്രീ മുരളീധര സ്വാമികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുകയും പ്രത്യേക രൂപകൽപ്പന ചെയ്ത ഫലകം ഹനുമാൻ സേന ചെയർമാൻ AM ഭക്തവത്സലൻ ശ്രീമതി ശ്രീജ ചേളന്നൂരിന് നൽകി. വേദിയിൽ സഞ്ജയ് നിസരി, അഡ്വക്കേറ്റ് സുധാകരൻ, സുരേന്ദ്രൻ, K ലക്ഷ്മിക്കുട്ടി, ആഷിഖ് വിശ്വനാഥൻ, വടകര വിജയൻ എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കമ്മിറ്റി കോർഡിനേറ്റർ മധു ഇല്ലത്ത് സ്വാഗതവും പരുത്തിയിൽ സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. മാതൃസമിതി കോർഡിനേറ്ററായി ശ്രീമതി രാജലക്ഷ്മിയെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എല്ലാ വിഭാഗം ആളുകൾക്കുമുള്ള ആരോഗ്യക്ഷേമ ബോധവൽക്കരണ പരിപാടിയുമായി VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലും സംഗീതമേ ജീവിതം ഫൗണ്ടേഷനും. ഹെൽത്തി കോഴിക്കോട്, ഹാപ്പി കോഴിക്കോട് എന്ന പദ്ധതിക്ക് ഫെബ്രുവരി 27-ന് തുടക്കമാകും. അപ്പോൾ മനുഷ്യന്റെ ആരോഗ്യത്തെ കുറിച്ചുള്ള ചിന്തകളിൽ വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ, അതായത് ആരോഗ്യം എന്താണ്, എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഉള്ള ബോധവൽക്കരണത്തിന് വേണ്ടി VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിന്റെ സഹായത്തോടു കൂടി സംഗീതമേ ജീവിതം ഫൗണ്ടേഷൻ നടത്തുന്ന ആരോഗ്യക്ഷേമ ബോധവൽക്കരണ പരിപാടി ഹെൽത്തി കോഴിക്കോട്, ഹാപ്പി കോഴിക്കോട്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഹെൽത്തി കോഴിക്കോട്, ഹാപ്പി കോഴിക്കോട് പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾ, സ്ത്രീകൾ, യുവാക്കൾ, മുതിർന്നവർ, വിവിധ തൊഴിൽ മേഖലകളിൽ ഉൾപ്പെടുന്നവർ, ശാരീരികവും മാനസികവുമായ പ്രയാസം അനുഭവിക്കുന്നവർ തുടങ്ങി എല്ലാ മേഖലകളിലുമുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടികൾ നടത്തുമെന്ന് സംഘാടകർ പറഞ്ഞു. ആരോഗ്യം, മാനസികാരോഗ്യം, വൈകാരിക ആരോഗ്യം, സാമൂഹിക ആരോഗ്യം തുടങ്ങി എല്ലാ തലങ്ങളെയും സ്പർശിച്ചുകൊണ്ടുള്ള പരിപാടികളാണ്
ഹെൽത്തി കോഴിക്കോട് ഹാപ്പി കോഴിക്കോട് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫെബ്രുവരി 21 അളകാപുരിയിൽ കോഴിക്കോട് സൗത്ത് MLA അഹമ്മദ് ദേവർകോവിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ സംഗീതമയ ജീവിതം ഫൗണ്ടേഷൻ ഡയറക്ടർ അഡ്വക്കേറ്റ് അബ്ദുൽ അസീസ് KK, VPS ലേക്ക് ഷോർ മെഡിക്കൽ സെന്റർ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ TP മെഹറൂഫ് രാജ്, MK ലീല, P സക്കീർ, നിഷ അമ്പാടി തുടങ്ങിയവർ സംബന്ധിച്ചു. അതിൽ IAS മുതൽ സാധാരണ ഈ ഹെഡ് വർക്കേഴ്സ് വരെ ചെയ്യുന്ന ഉള്ള ആളുകളുണ്ടെങ്കിൽ സാധാരണക്കാരെ ആർക്കും സമാധാനമില്ലെന്ന് സമാധാനം നിർഭാഗ്യവശാൽ വാങ്ങാൻ മരുന്ന് പോലെ ഒരു ആന്റിബയോട്ടിക് പോലെ വേറെ സംഹാരി ഔഷധം വരെ വാങ്ങാൻ പറ്റുന്ന സംഗതിയല്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മായം കലരാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ, മസാലപ്പൊടികൾ, നാടൻ പലഹാരങ്ങൾ, അച്ചാറുകൾ എന്നിവ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഹോംലി ഫ്ലോസ് പ്രവർത്തനം തുടങ്ങി. മടവൂർ മുക്കിൽ ആരംഭിച്ച പുതിയ യൂണിറ്റിന്റെ ഉദ്ഘാടനം മടവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് നിർവഹിച്ചു. 2018 വീട്ടിൽ ആരംഭിച്ച ഹോംലി ഫ്ലോസിന്റെ പുതിയ യൂണിറ്റാണ് മടവൂർ മുക്കിൽ ആരംഭിച്ചത്. മടവൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെയും സഹകരണ വ്യവസായ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. ഏതാനും വനിതകൾക്ക് ജോലി നൽകുന്നതോടൊപ്പം കർഷകരിൽ നിന്നും അവരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് സ്വീകരിച്ചാണ് പ്രൊഡക്റ്റുകൾ വിപണിയിലെത്തിക്കുന്നത്. ജനങ്ങളിലേക്ക് നല്ല ഉൽപ്പന്നങ്ങൾ എത്തിക്കുകയാണ് സംരംഭത്തിന്റെ ലക്ഷ്യമെന്ന് മാനേജിംഗ് ഡയറക്ടർ സബീദ പറഞ്ഞു. ജനങ്ങളിലേക്ക് നല്ല പ്രൊഡക്റ്റുകൾ എത്തിക്കാമെന്നുണ്ട്. ഞങ്ങൾ 3 വർഷമായി വീട്ടിൽ നിന്നായിരുന്നു ചെയ്യും. ഇപ്പോൾ വീട്ടിൽ നിന്ന് ചെയ്യാൻ നമ്മൾ സപ്പോർട്ടായത് മെയിനായിട്ട് കൃഷി ഓഫീസറാണ്. ഇവർക്ക് മുമ്പ് ഇതാണ് ഇപ്പം നമ്മുടെ പുതിയ കൃഷി ഓഫീസർ. ഇതിന് മുമ്പുള്ള നിഷാമേടാണ് വീട്ടിൽ വന്നിട്ട് എന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ ഞാൻ ചെറിയ ചെറിയ രീതിയിൽ ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി ആളുകളിലേക്ക് എത്തിച്ച് അപ്പോൾ മായം ചേരാത്ത വസ്തുക്കൾ കൊടുക്കണം. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. സംരംഭത്തിന്റെ ഉദ്ഘാടനം മടവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് നിർവഹിച്ചു. വാർഡ് അംഗം ഫെമിന അബ്ദുൽ അസീസ്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാഘവൻ അടുക്കത്ത്, മുനീർ പുതുക്കുടി, രാജൻ മടവൂർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, നരുക്കുനി. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വെള്ളക്കുണ്ട് പറമ്പ് റോഡ് കൗൺസിലർ TK ഷെമീന ഉദ്ഘാടനം ചെയ്തു. PP ബീരാൻ കോയ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ K ഫാസിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പറന്നാട്ടിൽ വിനോദ്, ധർമ്മേന്ദ്രൻ, C ഷാബു എന്നിവർ സംസാരിച്ചു. NK ശ്രീരഞ്ജ് സ്വാഗതവും KV ജ്യോതി പ്രകാശ് നന്ദിയും പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആശാ വർക്കേഴ്സിന് ലഭിക്കുന്ന ഓണറേറിയം തൊഴിലാളികളുടെ അവകാശമല്ല, സർക്കാരിന്റെ ഔദാര്യമെന്ന് ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ CITU. നാനാത്വത്തിലെ ഏകത്വം എന്നത് മറന്ന് ഏകത്വം നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. തളി മഹാക്ഷേത്രത്തിൽ ശിവരാത്രി ഉത്സവം ആരംഭിച്ചു. ഓൾ കേരള മാപ്പിള സംഗീത അക്കാദമി വാർഷികാഘോഷങ്ങൾ കോഴിക്കോട്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.